എന്താ വേണ്ടേ? അടുത്തേക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം? വേണ്ട, അങ്ങനൊന്നും ചോദിക്കണ്ട. അവന് പുട്ടെന്നൊക്കെ പറയും. എനിക്ക് കിട്ടുമല്ലോ. പേടിക്കണ്ട. ബൈ ബൈ. ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ US എത്തിയത് വരെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് എൻ്റെ US ഒരു ദിവസം, അതായത് ആദ്യത്തെ ദിവസം, ദ വെരി ഫസ്റ്റ് ഡേ എടുത്ത വ്ളോഗാണിത് കേട്ടോ. അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് എൻജോയ് ദിസ് വ്ളോഗ്. രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കാണുന്നത് ചേട്ടൻ വിളക്കൊക്കെ കൊളുത്തുന്നു, അമ്മും വിശാഖും ഇരുന്നിട്ട് പഠിക്കുന്നു, ചേച്ചി കിച്ചണിൽ കുക്ക് ചെയ്യുന്നു, ആദിത്യ എണീറ്റിട്ടുമില്ല. അപ്പോൾ അതായിരുന്നു കേട്ടോ നമ്മുടെ രാവിലത്തെ മോർണിംഗ് സീൻ. ചേച്ചി രാവിലെ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് രാവിലെ ദോശയും തക്കാളി ചട്നിയാണുള്ളത്. അപ്പം ചേച്ചി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മൂന് ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ അവളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൈ ബൈ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. അങ്ങനെ അവളെ ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇന്ന് എക്സാം ഉണ്ട്, അതിനാണ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഈസ്റ്റ് മാർക്ക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയതാണ്. ഈസ്റ്റ് മാർക്ക് കമ്മ്യൂണിറ്റിയിൽ അവിടുത്തെ പാർക്കിൽ പോയതാണ്. ഞാനും ചേട്ടനും വിശാഖും കൂടി ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. നല്ല ക്ലൈമറ്റും ആയിരുന്നു, നല്ല സണ്ണി ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷേ ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ നടന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആദിത്യ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ രാവിലെ എണീറ്റ് അവൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് TV കാണുമായിരുന്നു നമ്മൾ വന്നപ്പോൾ. അങ്ങനെ വിശാഖിനെ കണ്ടപ്പോൾ തന്നെ വിശാഖിൻ്റെ മേലെ വലിഞ്ഞു കയറലായിരുന്നു പരിപാടി. അന്ന് എന്നോട് ഭയങ്കര അടിപൊളിയായിട്ട് കൂട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് വിശാഖിനെ മതി, എന്തിനും ഊണിനും ഉറക്കത്തിനും എല്ലാത്തിനും വിശാഖിനെയാണ് വേണ്ടത്. അവൻ വിശാഖിനെ പപ്പ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അവൻ സ്വയം ഇട്ട പേരാണ്. അവൻ വർത്താനം പറഞ്ഞ് തുടങ്ങിയപ്പോഴേ വിശാഖിനെ പപ്പ എന്നാണ് വിളിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളാരും അത് മാറ്റാനും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വിശാഖ് കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു, രാവിലെ ദോശയൊക്കെ കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്കും കഴിക്കണം. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തക്കാളി ചട്നിയും ദോശപ്പൊടിയും ദോശയും പിന്നെ നല്ല കിടിലൻ കോഫി ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് നമ്മളൊരു ചായ കുടിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നു. ചേച്ചി എനിക്ക് അവിടെ വാർഡ്രോബ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിവിടെ ഒരു 1 മന്താണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം അടുക്കി പെറുക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമയം നമ്മൾ ഓരോ ട്രിപ്പൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലിടാനും ഒക്കെ നമുക്ക് എളുപ്പമുണ്ടല്ലോ ഡ്രസ്സൊക്കെ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പെട്ടിയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാമല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യാണ് ഞാൻ. വിശാഖ് ഇന്ന് വർക്കിംഗ് ആണ് കേട്ടോ. വിശാഖ് കുറേ ദിവസം ഇവിടുന്ന് USA വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അങ്ങനെ വിശാഖ് വർക്ക് ചെയ്യുന്നുണ്ട്. മോൻ അവിടെ അടുത്ത് TV കാണുന്നുണ്ട്. അവൻ്റെ അടുക്ക തന്നെ വിശാഖിനെ ഇരുത്തിയിരിക്കുകയാണ്. അടുത്തൊന്നും മാറാൻ പോലും സമ്മതിക്കില്ല. അങ്ങനെയായിരുന്നു കേട്ടോ. സോ കുറേയൊക്കെ അടുക്കി പെറുക്കി നമ്മുടെ ഒരു മാസത്തെ ഡ്രസ്സ് ഇതാ ഇവിടെ ഈ ഒരു കബോർഡിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇവിടെ ഞാൻ എൻ്റെ ടോപ്പ്, ഇവിടെ കുറച്ച് സ്കേർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. സ്കേർട്ട് 2-3 ഇവിടെ തൂക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് വീട്ടിലിടുന്ന ഡ്രസ്സ് വെച്ചു. ഇവിടെ 2 നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളാണ്, അതൊക്കെ വെച്ചു. പിന്നെ താഴെ ഇനി റെഡിയാക്കാനുണ്ട് കേട്ടോ. ഇപ്പറേ വന്നത് കഴിഞ്ഞിട്ട് വിശാഖിൻ്റെ ആകെ ഇത്രയേ ഉള്ളൂ. വിശാഖിൻ്റെ ടീഷർട്ട്, പിന്നെ എൻ്റെ 2 ഫ്രോക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം ഇവിടെ തൂക്കി. പിന്നെ ഒരു ഇന്ത്യൻ കുർത്തിയുണ്ട്, അതും ഇവിടെ തൂക്കി, ലോങ് ആയതുകൊണ്ടിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ജാക്കറ്റെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ചേച്ചി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അതിൽ നമ്മൾ ജാക്കറ്റും ഷോളും തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം സെറ്റാക്കി. ഇനിയിപ്പോൾ നമുക്കിതാ കുറേയൊക്കെ ഒഴിഞ്ഞു, ഇനി കുറേയും കൂടി ബാക്കിയും കൂടെ സെറ്റാക്കാനുണ്ട്. ഇത് ഇന്ന് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഇനി ഒരു 1 മന്ത് നമ്മളിവിടെ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി അലമ്പായി പോവും. പിന്നെ മുകളിൽ കണ്ടോ, മുകളിൽ ഇവിടെ കുറച്ച് നമ്മുടെ പാൻറ്റുകളൊക്കെ ഇവിടെ ആക്കി വെച്ചു. ഇനിയും കുറച്ചും കൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡ് ടേബിളും കൂടെ വെച്ചിട്ട് സെറ്റാക്കാം. കുറച്ച് നേരം ഇതിൽ പണിയായിരുന്നു. അപ്പോൾ ഇനിയും ബാക്കി കൂടി ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ചേച്ചിക്കും കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ ഈ പെട്ടിക്കകത്താക്കി സെറ്റാക്കി. പിന്നെ ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ട്, ആ ചേച്ചിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളും അതിനകത്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഇതാക്കി വെച്ചു. പിന്നെ നമുക്ക് വേണ്ടാത്ത ഡോക്യുമെൻറ്റ്സും നമ്മുടെ വീടിൻ്റെ ചാവി, പിന്നെ നമ്മുടെ കാറിൻ്റെ ചാവി, അതെല്ലാം ഈ പെട്ടിക്കകത്താക്കി ഞാനെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഒരുവിധം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ട്. ഇതാ ഉച്ചക്കലത്തെ സീനാണ്. വിശാഖ തന്നെ ചോറ് തന്നാൽ മതിയെന്ന് അവൻ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്തു. പിന്നെ വിശാഖ ചോറൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളും കഴിക്കുകയാണ്. എനിക്കും ചേച്ചിക്കും മൺചിത്രത്താഴ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഫേവറേറ്റ് മൂവിയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനിടയ്ക്ക് ആദിത്യ വന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോണും കൊണ്ട് പോയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു ഫൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ വീഡിയോഗ്രാഫിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാ വീട്ടിലുള്ള ബാക്കി എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങളുടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെയ്തല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അന്ന് വന്ന ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ഗോൾഡ് മെഡൽ വാങ്ങിയ of cast iron and the convenience of non-stick. Welcome to the high-bed revolution. Welcome to Headflat. Throughout our history, ordinary to reimagine. ഓക്കെ, ഇന്നപ്പോ കടിക്കും അല്ലേ? ആഴ്ചയുടെ ചെവി അങ്ങ് തിന്ന. നീ മൂക്കില്ല, ആഴ്ചക്ക് മൂക്ക് പോയി. മൂക്കില്ല, മൂക്കില്ല. ഞാനിപ്പോ എന്താ പറഞ്ഞു നഗുലേട്ടാ? എന്നെ വെറുക്കല്ലേ നഗുലേട്ടാ? ഞാൻ ആദിത്യയാണ്. മറ്റേ പാട്ടിടാ, ഉണ്ണീവാ അല്ല ഓലത്തുമ്പത്തി ചെല്ലപ്പ 12 വയസ്സായ ആ കൊച്ചു കുളിക്കും തന്നെ. ആ വാവാവോ വാവ്, എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുന്നു പാടടി. ഇവന് നല്ല മസാജും സുഖവും, എനിക്ക് ഇടിയും തൊഴിയും ചവിട്ടും കുത്തും പ്രമാദിത്യ. ഇവിടെ എന്ത് വേണമെന്നറിയാവോ? എന്നെ ഇട്ട്
എൻ്റെ പിള്ളേർ എടുത്തോണ്ട് അവളുടെ മുഖത്ത് വെച്ച് ചതച്ച് പേടിക്കണ്ട, എനിക്ക് എല്ലാ ദിവസവും കിട്ടുന്നതാണ്. പേടിക്കണ്ട. ഇനിയിപ്പോ ഒരു മാസത്തേക്ക് ഞാൻ എനിക്ക് കിട്ടുമല്ലോ. പേടിക്കണ്ട, ഒന്നും പറ്റത്തില്ല. വിശാഖപ്പനെ കാണുന്ന പോലും ഇല്ല. അമ്മ ഇവിടെ ഇരിക്കട്ടെ. അമ്മ എന്തൊക്കെയാ എന്നെ തോന്നുന്നുള്ളൂ. നോക്കട്ടെ. ചേച്ചി ഒരാൾക്ക് ഒട്ടും കുശുമ്പില്ല കേട്ടോ. ഒരാൾക്ക് ഒരു ഒട്ടും കുശുമ്പില്ല. ഇനി പോന്നതാ. അവിടെ അവർ സംസാരിക്കുന്ന കണ്ടപ്പം അത് കഴിഞ്ഞിട്ട് എന്നിട്ട് വിശാഖത്തിന് മറ്റേ റെഡ് ഷർട്ട് എടുത്തിട്ട് എന്നിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് റെഡ് അല്ല, റെഡ് ഷർട്ട് ഇല്ലായിരുന്നു. വേറെ റെഡ് അല്ല. അത് കഴിഞ്ഞിട്ട് അമ്മ വാക്സ് ചെയ്തോണ്ട് അവിടെ ഇരുന്നപ്പോ എനിക്ക് ഇഡ്ഡലിയൊക്കെ വായി തന്നില്ലേ. എന്നിട്ട് നമ്മളെല്ലാരും പച്ച കളറും ബ്ലാക്ക് ഇത് പച്ച കളറില് പച്ചയും ബ്ലാക്ക് കൂടെ ഉള്ള നിങ്ങളുടെ ഡ്രസ്. എന്നിട്ട് അവസാനം നമ്മള് ഒരു ഓറഞ്ച് എന്തിനു വേണ്ടിട്ട് ഒരു ഓറഞ്ച് കളർ ഇട്ടില്ലേ. അത് മൈലാഞ്ചി ഇട്ടിരുന്നു. പിന്നെ വിശാഖപ്പന്റെ വീട്ടിൽ വന്ന് ഓർക്കുന്നില്ലേ മേലെഴുകാൻ ഉടുപ്പ് എടുത്തോണ്ട്. എന്നിട്ട് വിവേകപ്പൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കിയത്. എന്നിട്ട് മറ്റേ ആ സാധനം നടുക്കിലോ ഇങ്ങനെ വെച്ചില്ലേ. പൂക്കുലയൊക്കെ ആയിരുന്നു. സിക്കോ വയ്യാഴി ഉണ്ടായിരുന്നു ഇവർക്ക് മുന്നേ. എന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എല്ലാ പ്രാവശ്യം ഞാൻ കുഞ്ഞായപ്പോ മണ്ണില് എന്നിട്ട് മണ്ണ് വാരിയതല്ല, മണ്ണ് കുഴച്ചു കുപ്പിക്കകത്താക്കി അടിച്ചു കയറ്റി. എന്നിട്ട് 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 ഞാൻ എന്തൊരു ഹലക്കിച്ചിയുടെ ടോപ്പ് ഇട്ടു. എന്നിട്ട് നമ്മ രണ്ടുപേരും ഫണി ഫേസസ് എടുത്തിട്ട് അതുണ്ടോ മേരിച്ചേച്ചി? അങ്ങനെ കുറേ നേരം നമ്മൾ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അമ്മൂൻ്റെ വക എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അവൾ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഈവനിങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോ ടു സ്ലീപ്പ്. ആദ്യത്തെ എന്താ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേന്ന് പറഞ്ഞേ. എന്താ വേണ്ടേ? ആദ്യത്തേക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം? വേണ്ട, അങ്ങനൊന്നും ചോദിക്കണ്ട. അവന് പുട്ടെന്നൊക്കെ പറയും. പൊറോട്ട കഴിക്കുന്നല്ലേ? ഫോൺ വേണ്ട. ഇതെന്ത് ഇത് എമർജൻസി ഒക്കെ? ഇത് എമർജൻസി പിന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, ഇത് മറ്റേതാക്കിയിട്ടുണ്ട്. എന്നാണ്ട് ടൂ മച്ച് ആവത്തില്ലേ അത്. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. പൊറോട്ടയും പനീറും ആയിരുന്നു നമുക്കിന്ന് രാത്രി കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്ന് പോയി കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ക്യുക്കായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു, ഞാൻ ഒരുപാടൊന്നും ക്യാപ്ചർ ചെയ്തില്ല. കാരണം കൂടുതൽ നമുക്ക് ഫാമിലി ടൈമും കൂടെ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അമ്മൂന് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട്. അത് വിശാഖിരുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ദിവസം എൻഡ് ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. ഇത്